Hi friends, welcome to I Choose Kitchen. ഇന്ന് നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാം. ഗീ മൈസൂർ പാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്കില്ല, ആ മൈസൂർ പാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഗീ മൈസൂർ പാക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കടലമാവ്, നെയ്യ് ഉരുക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 2 കപ്പോളം നെയ്യ് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര, മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം. ആദ്യം നമുക്ക് കടലമാവ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതിരിക്കാനും നമ്മുടെ മൈസൂർ പാക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മൈസൂർ പാക്ക് സെറ്റ് ചെയ്യണത് ആ പാത്രമൊക്കെ റെഡിയാക്കി വെക്കാം. ആദ്യം തന്നെ അതൊക്കെ റെഡിയാക്കി വെക്കണം. ഞാൻ ഈ പാത്രത്തിലാണ് മൈസൂർ പാക്ക് സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മീതെ നെയ്യ് പുരട്ടി കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് നെയ്യ് ഉരുക്കിയെടുക്കണം. ഈ മൈസൂർ പാക്കിന് അത്യാവശ്യം നെയ്യ് വേണം. കൂടുതൽ വേണ്ടത് നമുക്ക് ഇതിലേക്ക് നെയ്യ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നെയ്യ് നമുക്ക് ഉരുക്കിയെടുക്കണം. ഇത് കുറച്ച് ചൂടോട് കൂടി തന്നെയാണ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള കടലമാവിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് നെയ്യ് ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് കടലമാവിന് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു നൂൽപ്പരുവാവണ വരെ നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്പാച്ചിലയിൽ ഇതുപോലെ പിടിച്ചാൽ ഇങ്ങനെ ഇതുപോലെ ഇറ്റി വരും. പിന്നെ നമ്മൾ വിരലുമ്മേൽ കുറച്ച് പുരട്ടിയിട്ട് ഇങ്ങനെ ആക്കിയാൽ ഇതുപോലെ നൂല് പോലെ കിട്ടും. ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കടലമാവും നെയ്യും കൂടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇതിൽ നെയ്യ് അബ്സോർബ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് വീണ്ടും വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ചൂടോട് കൂടിയിട്ടുള്ള നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് അബ്സോർബ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇടവിട്ടിട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് അബ്സോർബ് ആവാതിരിക്കുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ വിട്ട് വരികയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇത് സ്പൂണും സ്പാച്ചിലും വെച്ചിട്ടൊന്ന് ഒപ്പാക്കി കൊടുക്കണ്ട. ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. ഒന്നും വെച്ചിട്ട് അമർത്തി കൊടുക്കണ്ട. ഇനി 1 മണിക്കൂർ നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇത് സെറ്റായി കിട്ടും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടർത്തിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.